നമസ്കാരം. ന്യൂഡൽഹിയിൽ നിന്ന് വലിയ തിരക്കിട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDAയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയും ഒരുപോലെ തന്നെ അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് മന്ത്രിസഭ രൂപീകരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല എങ്കിലും NDAയുടെ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കെ BJPയും JDUയും അതുപോലെ തന്നെ TDPയും ചേർന്നുകൊണ്ടുള്ള ഒരു NDA ഭരണത്തിന് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനായി അവകാശവാദവുമായി ഇന്ന് രാഷ്ട്രപതിയെ കാണും. അതിൽ BJPയുടെ നേതാക്കളായ അമിത്ഷായും JP നദ്ദയും JDU നേതാവായ നിതീഷ് കുമാർ അതുപോലെ തന്നെ TDP നേതാവായ ചന്ദ്രബാബു നായിഡു എന്നിങ്ങനെയുള്ള നേതാക്കൾ ഇന്ന് രാഷ്ട്രപതിയെ കാണുകയും NDAയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും എന്നാണ് അറിയുന്നത്. അപ്പോഴും ഈ JDUവിനിടയിലും TDPക്കിടയിലും വലിയ തോതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതൊക്കെ വകുപ്പുകൾ തങ്ങൾക്ക് വേണം, ഉപപ്രധാനമന്ത്രി വേണം, ആഭ്യന്തരം വേണം, അതുപോലെ തന്നെ വിദേശകാര്യം വേണം, ധനകാര്യം വേണം ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും NDAയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഉടൻ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഇന്ന് കോൺഗ്രസും SPയും ശിവസേനയും DMKയും തൃണമൂൽ കോൺഗ്രസും NCPയും എല്ലാം ചേർന്നുകൊണ്ട് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലാണ് ചേരുക. അവിടെയും ചില സമവായങ്ങളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ JDUവിൽ നിന്നും JDU പൊളിച്ച് കുറച്ച് പേരെ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ TDP ഒപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് ഇപ്പോൾ ന്യൂഡൽഹിയിലെ പല വസതികളും എന്ന് പറയേണ്ടി വരും. ആരാണ് മന്ത്രിസഭ രൂപീകരിക്കുക, ആരാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുക, ആര് ആഭ്യന്തര വകുപ്പ് മന്ത്രി, അങ്ങനെ ഒരുപാട് ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ NDA ആണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി ആണെങ്കിലും ഒരാൾക്കും ആ ഒരു ഭരണം അത്ര കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ അത്ര നിസ്സാരമായിരിക്കില്ല ഇത്തവണത്തെ ഭരണം. കാരണം ആര് കൂടെ വന്നാലും അത്ര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. JDUവിൻ്റെ നിതീഷ് കുമാർ ആണെങ്കിലും അതുപോലെ ചന്ദ്രബാബു നായിഡു ആണെങ്കിലും അവർക്ക് മുന്നോട്ട് മോദി മന്ത്രിസഭയുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. അക്കാര്യത്തിൽ കൂടി ഒരു പരിഗണന കൃത്യമായ രീതിയിൽ നടന്നാൽ മാത്രമേ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതല്ലാതെ കഴിഞ്ഞ 10 വർഷം ഭരിച്ചതുപോലെ BJPക്ക് ഒരു ശക്തമായ ഭരണം, അവരുടെ തന്നെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു ഭരണത്തിന് എന്തായാലും ഇനി കേന്ദ്രത്തിൽ സാധ്യതയില്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിനിടെ NDA മുന്നണിയെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തുമോ എന്നുള്ള ആശങ്കകളും പലയിടത്തുനിന്നും ഉയർന്നിട്ടുണ്ട്. എന്തായാലും 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ തീരുമാനമാകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.